ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാരും ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു ദിവസമാണ് ഏകാദശി. അത് അനുഷ്ഠിക്കാതിരിക്കുന്നത് ഗൗരവമായ ഒരു അപരാധമാണ്. മാസത്തിൽ 2 ഏകാദശിയുണ്ട്. അമാവാസിക്കും പൗർണമിക്കും ശേഷം വരുന്ന 11ാമത്തെ ദിവസമാണ് ഏകാദശി. ഏകാദശി എന്ന് പറഞ്ഞാൽ 11ാമത്തെ ദിവസം എന്നാണ് അർത്ഥം. ശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം വളരെ ലളിതമായ രീതിയിൽ ധാന്യങ്ങൾ, ബീൻസ്, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് എന്നിവ ഒഴിവാക്കിയാണ് ഏകാദശി അനുഷ്ഠിക്കുക. ഏകാദശി ദിവസം ചില ഭക്തന്മാർ പഴങ്ങൾ മാത്രം ഭക്ഷിക്കാറുണ്ട്. ചിലർ ജലം മാത്രം കഴിക്കും. ചിലർ പൂർണ്ണമായിട്ട് ഒന്നും കഴിക്കാതെ ഉപവസിക്കുന്നവരുണ്ട്. അരി, ഗോതമ്പ്, പയറ്, ബീൻസ്, പരിപ്പ്, അതുപോലെ തന്നെ പച്ചക്കറികൾ, കടുക്, സോയാബീൻ, എണ്ണ എന്നിവ അടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം ഏകാദശി ദിവസം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. മസാലപ്പൊടികൾ ഉപയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. ഇവയിൽ ധാന്യഘടകങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തണം. അടുത്ത ദിവസം ദ്വാദശി ദിവസം ധാന്യാഹാരങ്ങൾ ഭക്ഷിച്ച് പാരണ വീടാം. വ്രതം മുറിക്കുന്നതിന് ഒരു പ്രത്യേക ക്രമം ഉണ്ടെന്നാണ് പറയപ്പെടുക കേട്ടോ. ഹരേ